إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും വളരെയേറെ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്ന ദിനരാത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഫലസ്തീനിലുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുമക്കൾ, വല്ലാത്ത വേദനയാണ്, വല്ലാത്ത പ്രയാസമാണ്. ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ഓർക്കേണ്ട ചില പാഠങ്ങൾ. നമുക്കിന്ന് ശാന്തിയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള വീടുകളുണ്ട്. ജോലി ചെയ്യാൻ, വിഹരിക്കാൻ, നമ്മളൊക്കെ മക്കൾ പഠിക്കാൻ, നമ്മളെ മക്കൾക്ക് കളിക്കാൻ, എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. സന്ദർഭങ്ങൾ മനുഷ്യന് ഗുണപാഠങ്ങളാകേണ്ടതുണ്ട്. നമ്മളോടൊപ്പം നമ്മുടെ മക്കൾ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരിക്കുന്ന നമ്മൾ, ആ നോട്ടം ഫലസ്തീനിൻ്റെ മക്കളിലേക്കായിരിക്കണം. സഹോദരങ്ങളെ, ഫലസ്തീനിൻ്റെ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു ഹിക്മത്താണ്. അല്ലാഹു ആല നമുക്കറിയില്ല. അതുപോലുള്ള അവസ്ഥ ഏത് നാടിലും ഉണ്ടാക്കി തീർക്കാൻ കഴിവുള്ളവനാണ്, ഖാദിറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, കൂടുതൽ വിനയം കാണിക്കാൻ, ഇന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആഭാസങ്ങളിൽ നിന്ന്, അഹങ്കാരങ്ങളിൽ നിന്ന്, ധൂർത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ, സന്തോഷിക്കാനും ആനന്ദിക്കാനും നൽകിയ അവസരങ്ങളെ നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ, അല്ലേ? നമ്മളെ മക്കൾ, നമ്മൾ ഒരുമിച്ചിരുന്ന് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു. ഈ ഒരവസ്ഥ ഇല്ലാത്തൊരു നാട് നമുക്ക് തൊട്ടരികിലുണ്ട്. നമ്മുടെ മക്കൾ പകൽ സമയങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. കളി എന്തെന്നറിയാത്ത കുറേ കുഞ്ഞുമക്കൾ നമ്മുടെ അയൽ രാജ്യത്തുണ്ട്. നമ്മൾ നിർഭയരായി നമ്മുടെ വീടുകളിൽ നമ്മൾ കിടന്നുറങ്ങുന്നു. രാത്രിയും പകലിലും ഉറക്കില്ലാതെ ഭീതിയിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാൻ, കൂടുതൽ വിനയം കാണിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ അല്പമൊക്കെ മാറ്റം വരുത്താൻ
അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫലസ്തീനിൻ്റെ വേദന അത് ഓരോ മുസ്ലിമിൻ്റെ വേദനയാണ്. അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആകണം. കാരണം വിശുദ്ധ ഖുർആനിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ വേദനയിൽ വേദനിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, നിശ്ചയം സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്, വിശ്വാസികളും പരസ്പരം ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായികളാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അറബി എന്ന് പറഞ്ഞിട്ടില്ല, ഏതു നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ടില്ല. എവിടെയായിരുന്നാലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവനുണ്ടാകുന്നൊരു വേദന, അവനുണ്ടാകുന്നൊരു പ്രയാസം അത് നമ്മുടെയും പ്രയാസമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളെ അടിയാറുകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാകണം. എന്നു മാത്രമല്ല വിശ്വാസികൾ പരസ്പരം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖുദ്സിയ ഹദീസ്, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എൻ്റെ മഹത്വത്തിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾ എവിടെ? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നൽകുന്ന ഒരു സമ്മാനം. എന്നിട്ട് അല്ലാഹു പറയും അൽ യൗമ വദില്ലുഹും ഫീ ദില്ലി, എൻ്റെ മഹത്വത്തിൽ പരസ്പരം സ്നേഹിച്ച എവിടെയായിരുന്നാലും, ഏത് വർഗമായിരുന്നാലും, ഏത് നാട്ടുകാരനായിരുന്നാലും, ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകളാണെങ്കിലും, മുസ്ലിമീങ്ങളാണോ, അവർക്കുള്ള ഒരു ഹബ്ബുണ്ടല്ലോ, മഹബ്ബത്ത്, സ്നേഹം, അത് പരസ്പരം ഉണ്ടായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എൻ്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ഈ ദിനത്തിൽ, അഥവാ ഖിയാമത്ത് നാളിൽ, യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, എൻ്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ദിവസത്തിൽ ഞാൻ അവർക്ക് എൻ്റെ തണൽ വിരിച്ചു കൊടുക്കും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി നമ്മെ അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം വിശ്വാസികളുടെ ബാധ്യത ഒരുപാട് സ്ഥലത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വിശ്വാസികൾ പരസ്പരം ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹു പറഞ്ഞില്ലേ, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. അതുപോലെ വിശ്വാസത്തിൽ ഞങ്ങൾ മുൻകടന്നു പോയ ആളുകൾ, ഞങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകൾ, അവർക്കും നീ പാപമോചനം നൽകണമേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ, വിശ്വാസികൾക്കിടയിൽ ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളെ കുറിച്ച് ഒരു ഗില്ല്, ഒരു പക, ഒരു ഈർഷ്യത അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇട്ടുതരരുതേ. ലില്ലദീന ആമനു, വിശ്വസിച്ച ആളുകളുടെ മേൽ, അഥവാ വിശ്വാസികളായ ആളുകളുടെ മേൽ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വെറുപ്പ്, ഒരു ഈർഷ്യത അത് നീ ഇട്ടുതരരുതേ. എന്നിട്ട് വീണ്ടും പറഞ്ഞു റബ്ബന ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ രക്ഷിതാവേ നീ കാരുണ്യവാനാണ്, അതുപോലെ തന്നെ നീ ഏറെ പൊറുക്കുന്നവനാണ്. അതുപോലെ തന്നെ ചില പ്രവാചകന്മാരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം റബ്ബി ഗഫിർലി വലിവാലിദൈ, റബ്ബി ഗഫിർലി, റബ്ബേ എനിക്ക് നീ പുറത്തു തരണം, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ ഉടനെ പ്രാർത്ഥിക്കുക മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന റബ്ബി ഗഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളായി എൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച വിശ്വാസിനികൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിൽ റബ്ബന ഗഫിർലി വലിവാലിദയ്യ, റബ്ബേ എനിക്ക് നീ പുറത്തു തരണം എൻ്റെ മാതാപിതാക്കൾക്കും. അതുപോലെ തന്നെ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, അന്ത്യദിനത്തിൽ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആനിലുണ്ട്.
അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, വിശ്വാസികൾ പരസ്പരമുള്ള ഉദാഹരണം എന്ന് പറയുന്നത് അതൊരു കെട്ടിടം പോലെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യശുദ്ദു ബഅദുഹു ബഅദാ, അതെങ്ങനെ ചെയ്യും? ഒരു കല്ല് അതിൻ്റെ മേലെയുള്ള കല്ലിനെ എത്ര മാത്രമാണോ മറ്റേ കല്ല് ബലപ്പെടുത്തുന്നത്, അതുപോലെയാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഒരു കെട്ടിടം പോലെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വശബ്ബക അസാബഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് കാണിച്ചു കൊടുത്തുന്നാണ്. ഇപ്രകാരം വിശ്വാസികൾ പരസ്പരം ഒരു കെട്ടിടം പോലെ അവർ സഹോദരങ്ങളായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്ന് മാത്രമല്ല, വിശ്വാസികൾ എവിടെയായിരുന്നാലും അവരൊരു ശരീരം പോലെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ. മസലുൽ മുഅ്മിനീന, വിശ്വാസികളുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം, അവർ പരസ്പരമുള്ള കാരുണ്യത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ പരസ്പരമുള്ള വാത്സല്യത്തിന്റെ അതുപോലെ തന്നെ സ്നേഹത്തിന്റെ കാര്യത്തിൽ മസലുൽ ജസദിൽ വാഹിദ്, അവർ ഒറ്റ ശരീരം പോലെയാണ്. അവർക്ക് പരസ്പരമുള്ള കാരുണ്യത്തിന്റെ വിഷയത്തിൽ, അവർക്കിടയിലുള്ള സ്നേഹത്തിന്റെ വിഷയത്തിലൊക്കെ അവർ ഒരു ശരീരം പോലെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദസ്തകാ മിൻഹു ഉദുൻ, ആ ശരീരത്തിന്റെ ഒരു പ്രത്യേകത, ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പ്രയാസം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിനോ ഒരു വിരലിനോ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ, തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ, ആ ശരീരം എന്ത് ചെയ്യുന്നറിയോ? ശരീരത്തിന്റെ ഒരു വിരലിനല്ലേ എന്ന് വിചാരിച്ച് ശരീരം മാറി നിൽക്കുകയില്ല. അതു കാരണത്താൽ പനി പിടിച്ച് ഉറക്കമൊഴിഞ്ഞ് ഈ ശരീരം മുഴുവനും ആ മുറിവെന്ന ഭാഗത്തോട് കൂറ് കാണിക്കുന്നത് പോലെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലുള്ള പരസ്പരം സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വിഷയത്തിൽ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഓരോരുത്തരും ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് കഴിയുന്ന ആളുകൾ തഹജ്ജുദിന് എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വിശ്വാസികളെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അവരനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഫലസ്തീൻ മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ അഖ്സയും ഒരു മുസ്ലിമിന്റെ വികാരമാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ധാരാളക്കണക്കിന് സംസാരിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ വാക്കിനാൽ, അതുപോലെ തന്നെ പ്രവാചകന്മാരിൽ അനുഗ്രഹീതമായ മണ്ണാണ് മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം ചെയ്യിച്ചവനായ അല്ലാഹു പരിശുദ്ധനാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബാറക്നാ ഹൗലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മസ്ജിദുൽ അഖ്സയും അതിന്റെ ചുറ്റുഭാഗങ്ങളും അത് ബർക്കത്തുള്ളതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു നാടെന്ന് പറയുന്നത് ബർക്കത്തുള്ളത് എന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് ചെയ്തതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിന, എൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ ഖിബ്ലയായി സ്വീകരിച്ച സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല പറഞ്ഞു, സല്ലൈനാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ്വ ബൈത്തുൽ മഖ്ദിസി 16 ഷഹ്റൻ ഔ 17 ഷഹ്റൻ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം മസ്ജിദുൽ അഖ്സ ഖിബ്ലയായി ഏകദേശം 6 മാസം അതല്ലെങ്കിൽ 7 മാസം ഞങ്ങൾ ആ മസ്ജിദുൽ അഖ്സയാണ് ഖിബ്ലയായി നമസ്കരിച്ചിട്ടുള്ളത്. സുമ്മ സുരിഫ്നാ നഹ്വൽ ഖഅബ, പിന്നീടാണ് ഞങ്ങൾ കഅബയിലേക്ക് തിരിച്ചത് എന്ന് സ്വഹാബത്ത് നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് അത് ജൂതകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ ഓരോ മുസ്ലിം ആഗ്രഹിക്കേണ്ടതാണ്. കാരണം ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് പുണ്യം പ്രതീക്ഷിച്ച് സിയാറത്ത് ചെയ്യാൻ നിർണയിച്ച് നൽകപ്പെട്ട 3 പള്ളികളിൽ ഒരു പള്ളിയാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമും ആ പള്ളിയുടെ മോചനത്തിനു വേണ്ടി, ആ പള്ളി ജൂതകരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ വിശ്വാസികളും ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ അഖ്സയും അതുപോലെ തന്നെ ഫലസ്തീനും ജൂതകരങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മോചിപ്പിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഫിലിസ്തീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നതായി കാണാൻ സാധിക്കും. അതിലൊരു കാര്യം, അറിയാതെ ആളുകൾ പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ്, എന്താണ് ഇതൊന്നും അള്ളാഹു കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആളുകളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജൂതന്മാരിൽ നിന്ന് ആ ഫലസ്തീനിന്റെ മക്കളെ രക്ഷപ്പെടുത്താത്തത് എന്ന് ചില ആളുകൾ അബദ്ധവശാൽ ചോദിച്ചു പോകാറുണ്ട്. സഹോദരങ്ങളെ, ഒരു കാരണവശാലും ഒരു വിശ്വാസിയുടെ വായിൽ നിന്ന് വന്നു പോകാൻ പാടില്ലാത്തൊരു വാക്കാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അറിവിൽ നിന്ന്, ഇൽമിൽ നിന്ന് മറഞ്ഞതായി ഒന്നുമില്ല. അള്ളാഹു അറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ ചില സന്ദർഭങ്ങളിൽ അക്രമകാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചില അവസരങ്ങൾ നീട്ടിക്കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഫദർഹും ഫീ ഗംറതിഹിം ഹത്താ ഹീൻ. നബിയെ, അതിനാൽ ആ ഒരു സമയം വരെ ആ അക്രമകാരികളെ അവരുടെ വഴിയിൽ നീ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ, അക്രമകാരികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നില്ല എന്നല്ല, മറിച്ച് ഒരു സമയം വരെ, അള്ളാഹു നിശ്ചയിച്ചൊരു സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഒഴിവാക്കി വിടുകയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്. ഫദർനി, എന്നെ നിങ്ങൾ വിട്ടേക്കുക, അല്ലാഹു പറയാണ്. അതുപോലെ തന്നെ വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ വൃത്താന്തത്തെ, ഈ ഹദീസിനെ, ഈ സന്ദേശത്തെ കളവാക്കുന്ന ആളുകളെയും നീ വിട്ടേക്കുക. എന്നിട്ടോ സനസ്തദിരിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ, അല്ലാഹു പറഞ്ഞു, അവരറിയാത്ത വിധത്തിൽ നാം അവരെ പിന്നീട് പിടികൂടിക്കൊള്ളാം. അതുകൊണ്ട് ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, എന്നെയും ഈ ഹദീസിനെ, ഈ ദൃഷ്ടാന്തത്തെ കളവാക്കുന്നവരെയും നീ വിട്ടേക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അബൂ മുസ അശ്ശരി റളിയല്ലാഹു തആല നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലയുംലി ലിദ്ദാലിമി ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്രമകാരികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവസരങ്ങൾ നീട്ടിക്കൊടുക്കും. അങ്ങനെ അവൻ അവരെ പിടികൂടിയാൽ ആ പിടുത്തത്തിൽ നിന്ന് അവർക്കൊരിക്കലും കുതറിമാറാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് പാരായണം ചെയ്തു. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ ഇന്ന അഖ്ദഹു അലീമുൻ ഷദീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വിവിധ രാജ്യക്കാർ അക്രമകാരികളായിരിക്കെ നിന്റെ റബ്ബ് അവരെ പിടികൂടിയാൽ, അപ്രകാരം റബ്ബ് അവരെ പിടികൂടിയാൽ പിന്നീട് തീർച്ചയായും അവന്റെ പിടുത്തം വേദനയേറിയതും അതുപോലെ തന്നെ അതികഠിനമായതുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ വലാ തഹ്സബന്നല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അങ്ങനെ കണക്കാക്കരുത്. എങ്ങനെ? ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമകാരികൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല
ഒന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കരുത്. മറിച്ച് ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകരമായ ദിവസം വരെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അവസരം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ അക്രമകാരികളെ സംബന്ധിച്ച് അല്ലാഹു ഒന്നും അറിയുന്നില്ല എന്ന് സഹോദരങ്ങളെ നാം ഒരിക്കലും മനസ്സിലാക്കരുത്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയുകയില്ല. മറിച്ച് വിശ്വാസിനികളെ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലേ? ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാടുകളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും ഉണ്ടായാൽ നമ്മെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സഹോദരങ്ങളെ, ഇന്ന് ഫലസ്തീനുമായി ബന്ധപ്പെട്ട നമ്മുടെ നാടുകളിൽ കാണുന്ന കാര്യം എന്താ? ഒന്ന്, സോഷ്യൽ മീഡിയയിൽ ഘോരമായ യുദ്ധങ്ങൾ നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അതിഘോരമായ യുദ്ധം നടക്കുകയാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട്. മറ്റു കാര്യമായ ഒരു യുദ്ധം നടന്നെന്നറിയോ? നമ്മുടെ തീൻമേശയിലാണ്. എന്ന് പറഞ്ഞാൽ ആർഭാട കല്യാണങ്ങളിൽ നിന്ന് പെപ്സിയും കോളയും മാറ്റി അതിനേക്കാൾ വലിപ്പമുള്ള അത് വേറൊരു കളറ് ബോട്ടിൽ അവിടെ സ്ഥാപിച്ചു എന്നല്ലാതെ പിന്നെന്ത് യുദ്ധമാണ് സഹോദരങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നത്? യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ ആദർശം ഒഴിവാക്കാൻ ഇന്നിൻ്റെ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഏതാഘോഷങ്ങൾ, ഒരു കുഞ്ഞ് പിറക്കുന്നത് മുതൽ അവൻ വലുതായി ഓരോ പ്രായം എത്തുമ്പോഴും, 1-ാമത്തെ വയസ്സിലും 2-ാമത്തെ വയസ്സിലും, എന്തിനേറെ ആ ജനിച്ചവന് 40-50 വയസ്സായാൽ ഈ ജൂതന്റെ ആദർശമാണ് പേറി നടക്കുന്നത്. നമ്മൾ മാറ്റിവെച്ചത് എന്താ? ഒരു കൊക്കക്കോള, ഒരു പെപ്സി. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ, ഒരു 40-50 വയസ്സ് പ്രായമുള്ള ആളുകൾ പറയട്ടെ, ഇത് മുസ്ലിമിന്റെ കല്യാണമാണോ? പ്രമാണം വേണ്ട സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും ഒന്നും വേണ്ട. ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന കല്യാണം അല്പം പ്രായമുള്ള ആളുകളോട് ചോദിക്ക്, ഇത് മുസ്ലിമിന്റെ കല്യാണമാണോ? അല്ല, ഇത് ജൂതന്റെ കല്യാണമാണ്. ആ കല്യാണത്തിൽ നമ്മൾ എന്താ മാറ്റിവെച്ചത്? ഒരു പെപ്സിയുടെ ബോട്ടിൽ, ഒരു കൊക്കക്കോളയുടെ ബോട്ടിൽ. പിന്നീടോ അവിടെ നടക്കുന്നതൊക്കെ ജൂതായിസമാണ്. നമ്മുടെ വീടുകളിലുള്ളത് ജൂതായിസമാണ്. ആ പെട്ടിയിൽ കൂടി കാണുന്നത് ജൂതായിസമാണ്. നമ്മുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രം ജൂതായിസമാണ്. നമ്മൾ കൊണ്ടു നടക്കുന്ന ആദർശം ജൂതായിസമാണ്. എന്താ സഹോദരങ്ങളെ മാറ്റിവെച്ചത്? ഒരു പെപ്സി കോളയാണോ? ഒരു കൊക്കക്കോളയാണോ? അവരുടെ ആദർശം മാറ്റിവെക്കാത്തടത്തോളം സഹോദരങ്ങളെ നമ്മൾ വലിയ ജിഹാദ് നടത്തിയെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തെന്നറിയോ? അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആർക്ക് പറയാൻ സാധിക്കും? ഈ ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് രാത്രിയിൽ എഴുന്നേറ്റ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളുണ്ട്? സോഷ്യൽ മീഡിയയിൽ യുദ്ധം ചെയ്യുന്ന ആളുകളെ ധാരാളക്കണക്കിന് നമുക്ക് കാണാൻ സാധിക്കും. അതിനപ്പുറത്ത് സഹോദരങ്ങളെ, ആ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ, അതുപോലെ അവരുടെ ജൂതന്മാർ നമ്മുടെ മക്കളെ കൊന്നൊടുക്കുന്ന, നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കുന്ന, നമ്മുടെ ഉമ്മമാരെ കൊന്നൊടുക്കുന്ന, നമ്മുടെ മുസ്ലിം വീടുകൾ തകർത്ത് കളയുന്ന ആ ജൂതന്മാരുടെ ആദർശം ഒഴിവാക്കാൻ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എത്ര മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ? എന്നിട്ട് മതി കൊക്കക്കോലയും പെപ്സിയും ബഹിഷ്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ അകപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ വിഷയത്തിൽ ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇതര മുസ്ലിം രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട്, അല്ലേ? സോഷ്യൽ മീഡിയ എടുത്തു നോക്കി, പ്രശ്നങ്ങൾ ഫലസ്തീനിലാണ്. കുറ്റങ്ങൾ ആർക്കൊക്കെയാണ്? ഈ ഫലസ്തീനിന്റെ പരിസരത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും കുറ്റക്കാരാണ്, പ്രത്യേകിച്ച് സൗദി അറേബ്യ, അല്ലേ? ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സൗദി എന്ത് ചെയ്തു? ഒമാൻ എന്ത് ചെയ്തു? UAE എന്ത് ചെയ്തു? സഹോദര, നീ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ആത്മാർത്ഥമായ ദുആ മതി ആ നാട്ടിലെ അവസ്ഥകൾ മാറ്റിമറിക്കാൻ. സഹോദരങ്ങളെ ചോദിക്കട്ടെ, ഫലസ്തീനിന്റെ മക്കളുടെ മാത്രമല്ല പ്രശ്നം. ഇന്ത്യയിൽ നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ പ്രയാസപ്പെടുത്തുന്നുണ്ട്, മുസ്ലിങ്ങൾ ഒറ്റപ്പെടുത്തുന്നുണ്ട്, മുസ്ലിങ്ങൾ അതിദാരുണമായി കൊന്നൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്തു നമ്മൾ? ഫലസ്തീനിന്റെ പ്രശ്നത്തിൽ മറ്റിതര മുസ്ലിം രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഞാനും നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ
എത്ര സംസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു എന്നുള്ളതിന്റെ പേരിൽ എത്ര മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടു. സഹോദരങ്ങളെ, ആരെയാ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ആസാമിൽ മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ, നേപ്പാളിൽ, ബോർമയിൽ മുസ്ലിമീങ്ങളെ കശാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ആരെയാ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ബോർമയിൽ, നേപ്പാളിൽ അവിടെ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവർ കേരളക്കാരെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? മറിച്ച് സഹോദരങ്ങളെ, എവിടെയാണ് എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് നാട്ടിൽ ഒരു മുസ്ലിം പ്രയാസപ്പെട്ടാൽ അതൊരു മുസ്ലിമിന്റെ വേദനയാണ്, അല്ലേ? ആ വേദന നമുക്ക് ചെയ്യാനുള്ളതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ വ്യക്തിക്കും സാധിക്കുന്നതല്ലാതെ കൽപ്പിച്ചിട്ടില്ല, അല്ലേ? നമ്മൾ ഫലസ്തീനിൽ അവിടെ പ്രയാസപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതിൻ്റെ പേരിൽ എത്ര മുസ്ലിമീങ്ങളെ നമ്മൾ കുറ്റം പറത്തുന്നത്? എത്ര മുസ്ലിം രാജ്യങ്ങളെയാണ്, എത്ര മുസ്ലിം ഭരണാധികാരികളെയാണ് നമ്മൾ കുറ്റം പറയുന്നത്? അതിനപ്പുറത്ത് സഹോദരങ്ങളെ, നമ്മൾ പരസ്പരം എങ്ങനെയാണ് മുസ്ലിമീങ്ങളുള്ളത്? മുസ്ലിങ്ങളുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്ക്. എത്ര മുസ്ലിങ്ങളാണ് ഐക്യത്തിലുള്ളത് സഹോദരങ്ങളെ? പരസ്പരം മുസ്ലിങ്ങൾ എത്ര കലഹിക്കുന്നുണ്ട്. എന്തിനേറെ സഹോദരങ്ങളെ, മുസ്ലിം മഹല്ലുകൾ തമ്മിൽ പ്രശ്നമില്ലേ? മുസ്ലിം സ്ഥാപനങ്ങൾ പരസ്പരം പിടിച്ചെടുക്കുന്നില്ലേ? എന്റെ സംഘടനയിലില്ല എന്നുള്ള കാരണത്താൽ മറ്റിതര സംഘടനയുടെ പേരിൽ തീവ്രവാദം ആരോപിക്കുന്നില്ലേ? അവർ ഒറ്റുകൊടുക്കുന്നില്ലേ? അവർക്കെതിൽ കേസ് കൊടുക്കുന്നില്ലേ? അവരുടെ പേരിൽ പള്ളിക്ക് കേസ് കൊടുക്കുന്നില്ലേ? പള്ളിക്ക് പിടിച്ചെടുക്കുന്നില്ലേ? എത്ര പ്രശ്നങ്ങളുണ്ട്. ഇതാരോടാ പറയാ? കേരളത്തിലും ഏതെങ്കിലും മുസ്ലിമിന്റെ പള്ളി പിടിച്ചെടുത്താൽ സൗദി അവലംബിക്കണോ? സൗദി ഗവൺമെന്റ് ഇങ്ങോട്ടേക്ക് അതിന് സന്ദേശം അയക്കണോ? ഇതെന്താ? നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകും, നമുക്കിതൊരു പ്രശ്നമല്ലേ? ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ മുസ്ലിമുകൾ പ്രയാസപ്പെടുന്നില്ലേ? നമുക്കിടയിൽ പ്രശ്നങ്ങളില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ യുദ്ധം നമ്മൾ അവസാനിപ്പിക്കുക. ചില ആളുകൾ പറയുന്നത് കേൾക്കാൻ സാധിക്കും, ഇതിന്റെ പേരിൽ അഥവാ ഫലസ്തീനിന്റെ പേരിൽ ഇടപെടാത്തത് കൊണ്ട് മൊത്തം മുസ്ലിമീങ്ങൾ കുറ്റക്കാരാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്ന, എഴുതുന്ന ആളുകളെ സഹോദരൻ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിനെതിരെ ഉലമാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും ദീന് ശരിയാവണ്ണം പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതിന് ഉലമാക്കൾ പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് സുമയ്യ റളിയല്ലാഹു തആല കൊല്ലപ്പെട്ടത്. അതിന്റെ പേര് റസൂൽ കുറ്റക്കാരനാണോ? ബാക്കിയുള്ള സഹാബത്ത് കുറ്റക്കാരനാണോ? യാസർ, അതുപോലെ തന്നെ യാസർ കുടുംബം ഒന്നടങ്കം പീഡിപ്പിക്കപ്പെട്ടു. യാസർ കുടുംബത്തിൽ ഓരോരുത്തരെയും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അന്ന് റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ട്, റസൂലുള്ളാഹിയുടെ സഹാബത്ത് ജീവിച്ചിരിപ്പുണ്ട്. യാസർ കുടുംബം കൊല്ലപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ കുറ്റക്കാരനാണോ? ഫലസ്തീനിന്റെ മക്കൾ അവർ പ്രയാസപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് സഹോദരങ്ങളെ, ബാക്കി മുസ്ലിമീങ്ങൾ എങ്ങനെയാ കുറ്റക്കാരാകുക? ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ചില ചട്ടക്കൂടുകളുണ്ട്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുമുണ്ട്. അതിനപ്പുറത്ത് സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിൽ കോരാകോരം ഇത് സംസാരിക്കുന്നതിനപ്പുറത്ത് ഞാനും നിങ്ങളും ഒന്നാമതായി ആ ജൂതന്മാരുടെ ആദർശം കൈവടിയാൻ ഒന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് ഒരു പെട്ടി സ്ഥാപിച്ചിട്ടില്ലേ? അതിൽ കണ്ടുപിടിക്കുന്ന ആരുടെ ആദർശമാണ് സഹോദരങ്ങളെ? ആരുടെ ആദർശം? ജൂതന്മാർ പടച്ചുവിടുന്ന ആദർശമാണ് നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ സംസ്കാരം, നമ്മുടെ മക്കളുടെ സ്വഭാവം, നമ്മുടെ മക്കളുടെ വിധാനം, നമ്മുടെ എന്തിനേറെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പഠിക്കുന്ന കാര്യം എന്താ? പൂർണ്ണമായി ഇസ്ലാമാണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം? അതുകൊണ്ട് ആദ്യമായി ജൂതന്മാരുടെ ആദർശം അത് നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ എവിടെയായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇനി കുറെ ആൾബലമുള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് വിജയം വരിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് ആൾബലമില്ലെങ്കിലും ആൾബലം ഉണ്ടായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉലമാക്കൾ പറഞ്ഞതുപോലെ സിലത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് അദ്ദുആ, പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ബദറിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുന്നത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രയാസമായി. റസൂലുള്ള കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലല്ലേ,
അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സഹായിക്കുകയില്ലേ? എന്നിട്ടും അള്ളാഹുവിന്റെ റസൂൽ ഇത്രമാത്രം പ്രാർത്ഥിച്ചുവെങ്കിൽ റസൂലിന്റെ തോളത്തുണ്ടായിരുന്ന മുണ്ട് താഴെ വീണു. റസൂലുള്ള ദീർഘമായി പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടു നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞു, റസൂലെ, മദീന നബിയെ, അള്ളാഹു നമ്മളെ സഹായിക്കും. അല്ലേ? അതല്ല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭത്തിൽ അഥവാ ദുആ ചെയ്ത സന്ദർഭത്തിൽ ഫസ്തജാബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. എങ്ങനെ? ഇന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000-ഓളം വരുന്ന മലായികത്തുകളെ ഇറക്കി. അള്ളാഹു സുബ്ഹാനഹു തആല ബദരീങ്ങളെ സഹായിച്ചതുപോലെ, ഉഹദിൽ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചതുപോലെ, ഖന്തഖിൽ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചതുപോലെ, സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും, അതുറപ്പാണ്. അതിനെന്താണെന്ന് വേണ്ടത്? ആത്മാർത്ഥമായ ദുആയാണ്. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ യുദ്ധം നമ്മൾ അവസാനിപ്പിക്കുക തൽക്കാലം. അതുകൊണ്ടൊന്നും കാര്യമില്ല സഹോദരങ്ങളെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും, എത്ര സോഷ്യൽ മീഡിയ യുദ്ധം നടത്തിയാലും, നമ്മുടെ തീന്മേശയിൽ നിന്ന് പെപ്സിയും കോളയും മാറ്റിവെച്ചാലും സഹോദരങ്ങളെ, ഈ അവസ്ഥയിൽ നമുക്ക് മാറ്റം ഉണ്ടാവുകയില്ല. ഈ അവസ്ഥക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മാനസികമായ അവസ്ഥക്ക് മാറ്റമുണ്ടാകണം. ആ ജൂതന്റെ ആദർശം അത് മാറ്റിവെക്കാൻ തയ്യാറാകണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയം കാണിക്കാൻ, അള്ളാഹുവിനെ കൂടുതൽ പഠിക്കാൻ, അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, എത്ര ദിവസങ്ങളായി, എത്ര മാസങ്ങളായി ഫലസ്തീനിൽ യുദ്ധം നടക്കുന്നു, ഫലസ്തീൻ മക്കളെ കൊന്നൊടുക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം സഹോദര സഹോദരി ആ മക്കൾക്ക് വേണ്ടി രാത്രി എഴുന്നേറ്റ് റബ്ബിനോടൊന്ന് ദുആ ചെയ്യാൻ മതിയാകും സഹോദരങ്ങളെ. നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഒരു ദുആ മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു തആല ആ മക്കൾക്ക് ഇജാബത്ത് നൽകാൻ, അവർക്ക് സഹായം നൽകാൻ അത് മതിയാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സോഷ്യൽ മീഡിയ യുദ്ധം അവസാനിപ്പിച്ച് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അതുപോലെ ആദ്യം സൂചിപ്പിച്ച ആ കാര്യം കൂടി ഒന്നുകൂടി ആവർത്തിക്കട്ടെ സഹോദരങ്ങളെ. അവർക്കുണ്ടാക്കിയ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടുകളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ വീട് മുറ്റത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല, അല്ലേ? ഇന്ന് നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. മക്കളോടൊപ്പം കൂടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, മക്കളോടൊപ്പം കളിക്കുന്നു, മക്കളെ കളിക്കാൻ വിടുന്നു. ഈ ഒരു അവസ്ഥയിൽ മാറ്റം വരുത്താൻ ഖാദിറായ അള്ളാഹുവിന് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ അഹങ്കാരത്തിന് ഒരു കുറവ് വരുത്തണം, അല്ലേ? മുസ്ലിമീങ്ങളുടെ താന്തോഷ്യത്തിന്, തോന്നിവാസങ്ങൾക്ക് ഒരു അറുതി വരുത്തണം. മുസ്ലിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തണം. മുസ്ലിമീങ്ങൾ വിനയമുള്ളവരാകണം, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ സഹോദരങ്ങളെ ഒരു ചെറിയ സമയമെങ്കിലും ദിവസത്തെ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു തആല ഫലസ്തീനിന്റെ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ശാന്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ആ മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു നീ ഷഹാദത്ത് നൽകി അവൻ അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവേ, ആ മണ്ണിൽ നീ നിർഭയത്വം നീ പ്രദാനം ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.